ഇതിനകത്ത് പ്ലോട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വാനംപെട്ടി കരിങ്കല്ലിൽ തന്നെ നമ്മുടെ ബേസ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഇതിനകത്ത് നേരത്തെ സെയിലായ പ്ലോട്ടിൽ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇങ്ങനെ വാനം വെട്ടിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റാണ് ചെയ്യുന്നത്. കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാകും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ മറ്റേ പില്ലറൊക്കെ വാർത്ത് ചെയ്യുന്നതിനെക്കാട്ടും കോസ്റ്റ് വൈസ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ലാഭമാണ്. അങ്ങനെയുള്ള നല്ല പക്ക കരഭൂമിയാണ്. ഇതിനകത്ത് 4 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് അത് ലഭ്യമാണ്. നല്ല നീറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി. നമുക്ക് ഈ പ്ലോട്ടുകൾ വരുന്നത് തിരുവനന്തപുരം വെങ്ങാനൂരിന് സമീപമാണ്. അതായത് നമ്മുടെ പള്ളിച്ചലിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന വഴി പുല്ലാനിമുക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് വെങ്ങാനൂർ റോഡ് നമുക്ക് കുറച്ച് ദൂരം ഒന്ന് കയറി വരുമ്പോൾ 3ാമത്തെ കട്ട്, ആ കട്ടകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. അതായത് പുല്ലാനിമുക്ക് ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് 700 മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിവിടെ നിന്ന് ബൈപ്പാസിലേക്ക് 3.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ തന്നെ കോവളത്തേക്ക് പോകാം. ആ രീതിയിൽ നമുക്ക് ബൈപ്പാസ് വഴി എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു മേജർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ വിഴിഞ്ഞം ഹാർബറാണ് കേട്ടോ. നിറയെ പേര് വിഴിഞ്ഞം ഹാർബർ വാങ്ങിക്കഴിഞ്ഞാൽ ഇനി കപ്പൽ ഇങ്ങോട്ട് വരും ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് ഇവന്മാർ പറയണവന്മാർ പൊട്ടന്മാരാണെന്ന് എനിക്കറിയില്ല. എങ്ങനെ നമുക്ക് ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ തിരുവനന്തപുരത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് ഒത്തിരിയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ടെക്നോ പാർക്ക് വരുമ്പോൾ അതിനകത്ത് ടെക്കീസിന് മാത്രമല്ല അത് കാരണം ബെനിഫിറ്റ് ഉള്ളത്. ഞാനടക്കമുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ അതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ടെക്കീസിനെയൊക്കെ ബേസ് ചെയ്ത് അവിടെ നല്ല രീതിയിലുള്ളൊരു കച്ചവടം കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ അപ്പോൾ അതിനകത്തൊരു 10-15 പേർക്ക് പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ നേരിട്ടല്ലാണ്ട് നമുക്ക് അല്ലാണ്ട് തന്നെയും ഒത്തിരിയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് വിഴിഞ്ഞവും. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിൽ കപ്പൽ വരണവർ മാത്രമല്ല ഇങ്ങോട്ട് വരുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സുകൾ നടക്കും. ഇങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ നടക്കും കേട്ടോ. അപ്പോൾ അത് റിലേറ്റായി ഒത്തിരിയധികം പേര് നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരും. തുറമുഖത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രൈസും വേരിയേഷൻ വരും. നമുക്ക് എന്തായാലും ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 5 ലക്ഷം രൂപയാണ്. ഇതിൽ മുന്നോട്ട് നല്ല ആ ഫ്രണ്ടിലോട്ട് വരുന്ന പ്ലോട്ടുകളാണെങ്കിൽ റേറ്റിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും. ഏറ്റവും ബാക്കിൽ കാണുന്ന പ്ലോട്ടാണെങ്കിൽ സെൻറ്റിന് 5 ലക്ഷം രൂപ മുതൽ മേളിലേക്കാണ് പ്രൈസ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ പക്ക കരഭൂമിയാണ്. നിങ്ങൾക്ക് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം വീടുകളാണ്. വീടുകളെല്ലാം ഉള്ളൊരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു.